ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വൺ ഇസ് പഞ്ചാബി മട്ടൺ കറി. പഞ്ചാബി മട്ടൺ കറി എന്ന് പറയുമ്പോൾ പഞ്ചാബീസ് ആണ് ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ വെച്ച് ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. എഗ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും മട്ടൺ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ടേസ്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ആണ്. അത് കേക്ക് പ്ലസ് ഫ്രൂട്ട്സ് പ്ലസ് ഐസ്ക്രീം അതും കൂടെ ചേർത്തിട്ട് ഒരു ഡെസേർട്ടാണ് ചെയ്തത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ല. കാര്യം എന്നാന്നോ, പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോഴത്തേനും ഞാൻ അന്നേരം എൻ്റെ കണ്ണിൽ കണ്ട സാധനം, അതായത് ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ടോ നോക്കി, വീട്ടിൽ എന്നാക്കി ഇരിപ്പുണ്ടോ നോക്കി, അതെല്ലാം നോക്കി വെച്ച് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡെസേർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിന് പേരെന്നാന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് വെച്ച് പറഞ്ഞു തരാം. ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പഞ്ചാബി മട്ടൺ കറിയാണ്. ഇനി അധികം വർത്താനം പറയുന്നില്ല. കറികൾ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. അത് സസ്പെൻസ് ആയിക്കോട്ടെ കേട്ടോ. അന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് എന്നാന്നോ, പഞ്ചാബീസ് ബേസിക്കലി ഞാൻ ആദ്യം തീ ഒന്ന് കത്തിച്ചോട്ടെ, എന്നിട്ട് ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പം ചീനച്ചട്ടിയും ചൂടാവുമല്ലോ അല്ലേ, നമ്മൾ ഇനി പിന്നെ അതിനായിട്ട് മെനക്കെടേണ്ടി വരും. പഞ്ചാബി മട്ടൺ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എതികോ. കുക്കിംഗ് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. അവർ ശരിക്കും ഉപയോഗിക്കുന്നത് ഈ കടുകെണ്ണയാ, നമുക്കത് വേണ്ട. പിന്നെ ഇച്ചിരി നെയ്യ്, തക്കോലം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, തനി കുരുമുളകാന്നേ. പിന്നെ വേണ്ടിയത് സവാള. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് സവാള 1 കിലോ മട്ടൺ ആന്നേൽ മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ 4 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം, ഇല്ലെങ്കിൽ മീഡിയം വലുതും ഒക്കെ ആന്നേൽ 3 എണ്ണം എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മതിരിക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കുവാന്നേ. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാ, ഒരു 2 മുഴുത്ത ടൊമാറ്റോ. ഇത് 1 കിലോ മട്ടൺ ആണോ. ഈ മട്ടനകത്ത് ഈ ബേസിക്കലി നമ്മൾ ഒത്തിരി അതിൻ്റെ ഫാറ്റ് കളയാൻ നിന്നാൽ പിന്നെ ആ 1 കിലോ മട്ടൺ മേടിച്ചതിൻ്റെ വില നമുക്ക് മുതലാവുകയില്ല. എന്നാലും ഇച്ചിരിയൊക്കെ കളഞ്ഞോ, നല്ലപ്പോഴൊക്കെ ആന്നേലേ ഉള്ളൂ. കഴിയുന്നതും ഫാറ്റ് ഒഴിവാക്കി വെച്ച് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പൈസസിനൂടെ പറയേണ്ടതായിരുന്നു. ഒരു പട്ടയുടെ ഇല, ഉണങ്ങിയതാന്നേലും നല്ലതാ, അല്ല പച്ച ഇലയാന്നേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി നല്ല അസൽ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ സ്പൈസസ് ഇട്ടാൽ പിന്നെ ഒന്നും പറയണ്ട, കാണാൻ പോലും കിട്ടുകയില്ല, ഇതിൻ്റെ നിറം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചേച്ച് ഞാൻ ആദ്യം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചോട്ടെ. ഒരു 2 സ്പൂൺ എണ്ണയും, ടേബിൾ സ്പൂൺ കണക്കാന്നേ, 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇതിനകത്തോട്ട് ഇനി പതുക്കെ തിരിച്ച് തീയിലോട്ട് വെച്ചേച്ച ഇതിനകത്തോട്ട് 2 തക്കോലം. വലിയ പൂവാന്നേൽ 1 എണ്ണം ഇട്ടേച്ചാൽ മതി. പട്ട ഏറ്റവും ചെറിയ കഷ്ണം ഇട്ടേച്ചാൽ മതി, ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ അത് കുത്തും. അതുകൊണ്ട് ഒത്തിരി ഇടണ്ട, ഒരു ഇച്ചിരി അതിനെ ഒന്ന് പൊടിയായിട്ട് ഇട്ടേച്ചാൽ മതി. മാത്രമല്ല നമ്മൾ ഗരം മസാല ചേർക്കുമല്ലയോ, അന്നേരം എല്ലാം കൂടി ആകുമ്പോൾ മസാല ഒരുപാട് മുന്നിട്ട് നിൽക്കുവേ. പിന്നെ ഏലക്ക പൊതുവേ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം കൂടുതലിടും. അങ്ങനെ ചോദിക്കുവാന്നേലും ഒരു 4-5 ഇട്ടാൽ മതി. പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു 2-3 മണി കുരുമുളക്. ഇതൊരു ഇച്ചിരി ഒന്ന് കടുക് പൊട്ടുന്ന കൂടെ അതൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിൽക്കുകയല്ല, എല്ലാം അങ്ങ് മുരിഞ്ഞു പോവും. അതൊന്ന് ഒരെണ്ണം എല്ലാം പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളി അങ്ങോട്ട് ഇട്ടു. എൻ്റെ ഏലക്കായൊക്കെ പൊട്ടി തുടങ്ങി, അന്നേരം ഞാൻ ഇതിടുക.
ഇതിപ്പോൾ ഞാൻ ഒരു മുഴുത്ത 2 വലിയ സവാള ഇട്ടേക്കുന്നേ. അത് നല്ലതായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവണം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇത്രയും സവാള ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കും. ഇന്ന് നമുക്കാണെങ്കിൽ കുറേ പണി ഉള്ളതാന്നു, അതുകൊണ്ട് എന്നാന്നറിയോ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ, അന്നേരം വേഗം മൂത്ത് കിട്ടും. ഈ ഉപ്പിട്ടോണ്ട് പിന്നെ കറിയിലോട്ട് ഉപ്പിടുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചോണം, അല്ലെ പിന്നെ ഓർക്കാതെ എടുത്ത് ഇട്ടേക്കല്ലേ. എന്തായാലും ഉള്ളി മൂക്കണം. അപ്പം എന്നാ ചെയ്യണം, നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് മൂപ്പിച്ചേക്കാവേ. 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അതല്ല സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചേക്കുവാന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മൊരിയട്ടെ. ഉള്ളി നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ബ്രൗൺ ആവുകയാണേ. അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി ഈ ഇടുന്ന മസാലാസ് എല്ലാം ഒന്ന് മൂക്കണം, എന്നാലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ടുകൊണ്ട് എന്നാ ചെയ്യണമെന്നോ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി ആ മസാല മുന്നിട്ട് നിൽക്കും. നോക്കിയേച്ച് ചേർത്തേച്ചാൽ മതിയേ. ഇതൊരു ഇച്ചിരി ഹൈ ഫ്ലെയിമേൽ ഒരു നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയുണ്ടല്ലോ അതൊന്ന് മാറിക്കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ചേർക്കാനൊക്കെ തോന്നും. ചീനച്ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് വലിയ എന്നാ പറയുക, അതിനൊരു അധികം നേരം ഒന്നും എടുക്കുകയല്ല, പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടാനേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മളുടെ ടൊമാറ്റോ മുഴുവൻ ഇടുക. ഇനി ഈ ചേർത്തേക്കുന്ന ടൊമാറ്റോ അതിൻ്റെ ഞാൻ എപ്പോഴും പറയുമല്ലേ, ആ ഗ്രേവി പോലെ ആയി എടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോ ആണെങ്കിലും ആ പുളി മുന്നിട്ട് നിൽക്കും. ഇതെല്ലാം ഓരോന്നും നല്ലതായിട്ട് മൊരിഞ്ഞ് വരണം, അതിൻ്റെ വെള്ളം മുഴുവൻ പോയി ആ നമ്മുടെ ഉള്ളിയും മസാലയായിട്ടൊന്ന് ചേർന്ന് അങ്ങനെ വന്നാലേ നമ്മൾ ആ ഏത് കറി വെക്കുവാന്നേലും അതിന് രുചി വരുത്തുള്ളൂ. ഒത്തിരി കറിയൊക്കെ വെക്കാനുള്ളതുകൊണ്ടല്ലോ ഞാൻ ആ കറിവേപ്പില എടുക്കാൻ ഒരു ഇച്ചിരി മറന്നുപോയേ. ഇതൊന്ന് മൂക്കുന്ന സമയം ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് ഇവിടെ ഒന്ന് സൈഡ് വെച്ചോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഈ മട്ടനും ചിക്കനും ഒക്കെ വെക്കുവന്നേൽ ഒരു മനസ്സമാധാനമില്ല ആ കറിവേപ്പില അവിടെ ഇല്ലെങ്കിൽ. എപ്പോഴും സ്റ്റോക്ക് വേണം നമ്മുടെ ഫ്രിഡ്ജിൽ, ഒരു ഇച്ചിരിയെങ്കിലും വേണം കറിവേപ്പില. അല്ലെങ്കിൽ മട്ടൻ്റെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പിലയുടെ മണവും കൂടെ കിട്ടുമ്പോൾ അയൽവക്കക്കാർ പോലും ചോദിക്കും ഇത് എവിടെ നിന്നാ. കറിവേപ്പില ഇട്ടപ്പോൾ എനിക്ക് ആ മണം വരുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നില്ലല്ലോ അല്ലേ? വീട്ടിലുണ്ടാക്കുമ്പോൾ ഒക്കെ കറിവേപ്പില ഇട്ട് നോക്കിക്കോ, അന്നേരം ആ മണം. ടൊമാറ്റോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മസാലയായിട്ടൊക്കെ നല്ലതായിട്ടൊന്ന് ചേർന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു നമ്മുടെ തൈര് എടുത്ത് വെച്ചേക്കുന്നില്ലേ, ആ തൈരിനകത്തിടാൻ പോവാം. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പട്ടയുടെ ഇല. ഇനി എന്നാ നെക്സ്റ്റ് ആവുന്നതെന്നറിയോ, ഈ തൈര് തേണ്ട ഇങ്ങനെ ഒരുമാതിരി പിരിഞ്ഞ പാല് പോലെയൊക്കെ കിടക്കുമല്ലേ, ഇത് നല്ലതായിട്ട് നമ്മുടെ ഗ്രേവിയിൽ ചേർന്ന് ആ തൈരിൻ്റെ ഒരു മണം വരുവേ, ആ മണം കംപ്ലീറ്റ് ഒന്ന് പോണം. തിരിച്ച് ആ മസാലയുടെ ഒരു മണം നല്ലതായിട്ട് വരണം, അതുവരെ ഇതൊന്ന് നമ്മൾ നല്ലതായിട്ട് ഇളക്കണം.
കുറേ കഴിയുമ്പോഴത്തേക്ക് അത് ഈ തൈരിൽ ഇങ്ങനെ കിടക്കുന്നെല്ലാം അങ്ങ് മാറിയേച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ആ നിറമില്ല, ബ്രൗൺ നിറം വരും. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത തൈരുണ്ടല്ലോ, അതേണ്ടേ ഞാൻ അന്നേരം ചേർത്തപ്പോഴത്തേക്ക് അതിങ്ങനെ ഒന്ന് കേർഡിലായിട്ട് കിടക്കുമല്ലായിരുന്നോ, അതേ പിരിഞ്ഞ കൂട്ടൊക്കെ കിടക്കുമായിരുന്നേ. ഇപ്പം കണ്ടോ നമ്മുടെ മസാലയായിട്ട് അത് നല്ലതായിട്ട് അങ്ങ് യോജിച്ചു കേട്ടോ. അതേപോലെ അങ്ങ് ആക്കണം. ഇനിയിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനയിലായതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി മുരിഞ്ഞ് കിട്ടാത്ത. ഒരു തനി ചീനച്ചട്ടി ആന്നേരം ഉണ്ടല്ലോ നല്ല കറുത്ത് നല്ല മുരിഞ്ഞിരിക്കും എന്നും പറഞ്ഞ് കരിച്ചെടുത്തേക്കല്ല, രുചിയെല്ലാം പോവും. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു നോൺ സ്റ്റിക്ക് പഠിച്ചേച്ച് നമുക്ക് ഈ ഇരുമ്പും ചട്ടിയെ തൊട്ടാച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ഇടുക. എന്നിട്ട് ഈ മസാല ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അതിനകത്തോട്ടൊന്ന് പിടിപ്പിക്കണം. നല്ലതായിട്ടൊന്ന് പുരട്ടി എടുത്തേച്ച് ഉപ്പ് ഉണ്ട് ചേർത്തിട്ടുണ്ട്. നല്ല നമുക്കൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ആ ഗ്രേവിക്ക് ഉപ്പ് ചേർത്താൽ മതി. എന്തായാലും പാനയിലിരുന്ന് ഇത് എന്തായാലും വേവാൻ പോകുന്നില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ജോലിയും തീരാൻ പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നത് ഇത് കണ്ടുപിടിച്ച ആളെയാണോ. അന്നേരം വേഗം പണിയൊക്കെ എന്തോരം വേഗമാണ് തീരുന്നേ. നേരെ കേട്ടോ, ഈ പുള്ളിക്ക് ശരിക്കും ഒരുപാട് നന്ദി പറഞ്ഞാലും തീരുവേല. ഇതൊരു 3-4 വീട്ടിൽ മേടിച്ച് വെച്ചാൽ ചോറും കറിയും കാപ്പിയൊക്കെ വേഗമാവും. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി മട്ടൺ വേവാൻ എന്നായാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ. അത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചേച്ച് ഇനി നമുക്ക് ആ മട്ടനെ ഒന്ന് വേവാനായിട്ട് വിടാം. ഇനി കറിവേപ്പില ഇപ്പം ഇടരുത്. നല്ലതായിട്ട് അത് വെന്ത് ഒന്ന് കറുത്ത് നല്ലൊന്ന് മുരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവല്ലേ. അപ്പോൾ ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു മണമാണെന്നറിയോ. ആ സമയത്ത് ഈ മട്ടൺ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-6 പച്ച കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേച്ച് അടച്ചു വെക്കുക. എന്നിട്ട് ചോറുണ്ണണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ചാററ്റത്തിൽ നിന്ന് എടുത്തേച്ച് ഉണ്ടാൽ മതി, ബാക്കി മുഴുവൻ കഴിച്ചേക്കല്ല. ഇനി ഇത് ഇവിടെ ഇരുന്നോണ്ട് ഒന്ന് വേവട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് മുട്ടയുടെ സ്റ്റൂ വെക്കണ്ടേ, എഗ് സ്റ്റൂ വെക്കണ്ടേ. അന്നേരം ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെക്കട്ടെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് നമ്മുടെ ചീനച്ചട്ടി ചൂടാവുവേ. അന്നേരം എൻ്റെ മട്ടണും വേവും. മട്ടൺ ഒരു 2 പ്രഷർ വന്നു ഞാനിതൊക്കെ ഒന്ന് ആക്കുന്നതിന് ശേഷം. ഇനി ഒരു പ്രഷർ കൂടെ മാക്സിമം മതി, ഇല്ലെങ്കിൽ പിന്നെ തിന്നാനായിട്ട് മട്ടൺ കിട്ടുകയില്ല. ഇച്ചിരി ഒരു ടെൻഡർ മട്ടൺ ആയിരുന്നേ, നല്ല പിഞ്ച് മട്ടണാണ്. അന്നേരം പിന്നെ ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ ആന്നേരം ഈ പ്രഷർ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ഫുൾ പ്രഷറും ഡൗൺ ആവുന്നിടം വരെ ഒന്നുകൂടെ ഒരു വേവുണ്ട് നമ്മുടെ മട്ടണ്. അന്നേരം എന്നാ ചെയ്യാൻ പോവാ, ഞാൻ ഇപ്പം ഏകദേശം ഇപ്പം 4ാമത്തെ വിസിലാണ് ഈ വരുന്നേ. ഇപ്പം നല്ല പ്രഷർ വരുമല്ലേ, ഞാൻ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം. നെക്സ്റ്റ് ആ പ്രഷർ തന്നെ താഴട്ടെ, അന്നേരം ഒന്നുകൂടെ അതൊന്ന് വേവും. അഥവാ വെന്തില്ലേൽ ഒരു പ്രഷർ കൂടെ കൊടുത്തേച്ചാൽ മതി. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. എഗ് സ്റ്റൂവിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം, ഒരു ഇച്ചിരി നെയ്യ് വേണം. ഇതിൻ്റെ ടിപ്പ് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാവേ. പിന്നെ ആന്നേലോ കുറച്ച് വറ്റൽ മുളക്, ഒരു ഇച്ചിരി കടുക്, പിന്നെ കുറച്ച് ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു സ്വല്പം മഞ്ഞപ്പൊടി മതിയാവും. പിന്നെ സ്പൈസസ് എല്ലാം വേണം. പട്ട, ഒരു തക്കോലം, ഏലക്കായ, ഗ്രാമ്പൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാ, ഇല്ലെങ്കിൽ അരിഞ്ഞേച്ചാലും മതി. പിന്നെ വേണ്ടത് ഇച്ചിരി പച്ചമുളക്, എരിവ് കണക്കാക്കി വേണം പച്ചമുളക് എടുക്കാനേ. ഈ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ, പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ, ഇതൊന്ന് ചതച്ചെടുത്തേക്ക് ഇടികല്ലേൽ വെച്ചേച്ച് അത് കുറച്ച് ഒരു 3-4 വീതം വെച്ച് ഇടിച്ചടിച്ചേക്കുക. പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ കുരുമുളക് ഇച്ചിരി ചതച്ചെടുത്തേക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങാപ്പാൽ, 1-ാം പാലാന്നു ഇത്,
പിന്നെ എത്ര പേരാ ഉള്ളതെന്ന് വെച്ചാൽ അത് കണക്കാക്കി മുട്ട പുഴുങ്ങിയെടുക്കണം. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇതിനകത്ത് ഇനി വേണ്ടതാണ്ടോ, ഞാൻ പറയുന്നത് എന്നെ സമയം ലാവാന്ന് നോക്കിയേ. ചീനച്ചട്ടി നല്ല ചൂടായേ. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കാം. ആദ്യം ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഒരു സ്വല്പം, ഒരുപാടൊന്നുമല്ല, ഒരു 1/4 ടീസ്പൂണോളം ഒരു ഇച്ചിരി നെയ്യ് ഇപ്പം ചേർക്കണം. അത് കഴിഞ്ഞേച്ച് എണ്ണ ചൂടാവുമല്ലേ, ആ സമയം കൊണ്ട് 2 വറ്റൽമുളക്. ഈ വറ്റൽമുളകും കടുകും മസ്റ്റല്ല സ്റ്റൂവിന്. ചിലയിടത്തിടാറുണ്ട്, ചിലയിടത്തിടാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ചെയ്യുവാന്നേല സ്റ്റൂവിനായിട്ട് ഞാൻ ഈ കടുകും വറ്റൽമുളകും ഉപയോഗിക്കുകയില്ല. പക്ഷേ ഇതൊരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഇടുന്നത്. നമ്മൾ സാധാ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ വെക്കുവാന്നേൽ കടുകും വറ്റൽമുളകും ഇടണ്ട. കടുകിന് പിന്നെ കണക്കൊന്നുമില്ല. വേണ്ട, ഞാൻ എൻ്റെ കൈപ്പിടിയെ വന്ന് അത്ര ഇട്ടുള്ളൂ. അന്നേച്ച് കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മുടെ ഉള്ളി ഇത്ര കുഞ്ഞായിട്ടൊന്നും അരിയാനുള്ള നേരം കിട്ടിയില്ലേൽ ഒന്നെങ്കിൽ ചതുരത്തിൽ അരിയുക, അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞോണം. അതിനകത്തോട്ട് ഇടണം. ഇനി നമ്മുടെ എളുപ്പവഴി ചെയ്യാൻ പോവാ. എന്നാന്നോ, ഒരു ഇച്ചിരി ഉപ്പ് അങ്ങിട്ടേക്കാം. അല്ല, ഇപ്പോഴെങ്ങും മൂത്ത് കിട്ടുകയില്ല എന്നും പറഞ്ഞ് ഇത് അങ്ങ് നമ്മൾ മട്ടൻ വെച്ച കൂട്ടൊന്നും മൂക്കണ്ട. ഒന്ന് എന്നാ പറയുക, ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്നാ ചെയ്യാന്നോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കണക്ക് മട്ടണോളം ചേർക്കരുത്, 1 ടീസ്പൂൺ മതിയാവും. ഇത് ചതച്ച് ചേർത്തില്ലേൽ നമ്മൾ അരിഞ്ഞിട്ടേച്ചാലും മതി. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ശരിക്കും ഈ ചെറിയ തീ എന്നേലും വേവാൻ വെക്കാൻ കൊള്ളാമെന്നല്ലാതെ എന്നതേലും ഒരു പണിയെടുക്കാൻ നടക്കുകയല്ല, നേരത്തൊന്നും ആവുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, വലിയ തീയിലോട്ട് വെക്കട്ടെ. അല്ല, ഇന്ന് മുഴുവൻ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു പച്ചമുളകിൻ്റെ കണക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതെനിക്ക് ഇച്ചിരി എരിവുള്ള പച്ചമുളകിൻ്റെ കൂട്ടത്തിലാണ്. അന്നേരം ഒരുപാട് ഇടുകയില്ല, എന്നാലും പച്ചമുളകിൻ്റെ ഒരു എരിവ് വേണം. ഒരു 2ഓ 3ഓ ഒന്ന് കീറി ഇട്ടേച്ചാൽ മതി. ഇനിയാന്നു സ്പൈസസ് ചേർക്കുന്നത്. ഈ പട്ടയിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്നാന്നോ, നമ്മൾ ഈ പട്ടയുടെ തോടെടുക്കുമ്പോഴത്തേന് ഈ മെലിഞ്ഞ പട്ടയുണ്ട്, എന്നാൽ കട്ടി കൂടിയ പട്ടയുണ്ട്. ഈ കട്ടി കൂടിയ പട്ട ഇടുവാന്നേൽ ഒരു സ്വല്പം ഇടാവുള്ളേ. പിന്നെ അന്നേരം ഒരു ചെറിയ പൂ ഇട്ടേച്ചാൽ മതി. ഒരു പൂവേ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മളിവിടെ ചതച്ച് വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തുണ്ടോ ഒരു പൂവ്, പിന്നെ ഒരു 3-4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു. ഇനി ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ഒരുപാടല്ല. ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുക, ഒന്ന് വഴന്ന് വരികയല്ലേ, അത് മതിയേ. ഇതിന് വലിയ നേരം ഒന്നും എടുക്കുകയില്ല. സ്റ്റൂവിനൊക്കെ ആന്നേല പെട്ടെന്നാവുന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാം. മുട്ട ഉള്ളത് കൊണ്ടേ ഉരുളക്കിഴങ്ങിനോട് ഒന്നും പിള്ളേർക്ക് വലിയ പിടുത്തം കാണുകയില്ല. ഇതിനകത്തോട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. അതായത് ആ വൈറ്റ് കളർ സ്റ്റൂ വേണം എന്നാണ് തോന്നുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട. അതല്ല, ലൈറ്റ് ഒരു മഞ്ഞ സ്റ്റൂ ഒക്കെ ഉണ്ടല്ലോ, ചിലർക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുക, ഒരു സ്ലൈറ്റ് കളർ ചേഞ്ചിന് വേണ്ടി മാത്രം. മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നൊരു ഇച്ചിരി എണ്ണയിലൊന്ന് മൂക്കണേ. കാര്യം എന്നാന്നോ, ആ മഞ്ഞപ്പൊടി കൊണ്ടല്ലോ, നമ്മൾ ഇച്ചിരി മഞ്ഞ കറിക്കൊക്കെ കൂടുവാന്നേൽ ആ മഞ്ഞയുടെ ഒരു ടേസ്റ്റ് മുന്നേ വരുവേലേ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റൂവിന് അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് മഞ്ഞ ഒന്ന് ഇച്ചിരി മൂത്താൽ ആ മഞ്ഞയുടെ ഒരു പച്ചച്ചൊവ്വ അങ്ങ് മാറി കിട്ടും. പിന്നെ ചീനച്ചട്ടി ചൂടായിരിക്കുന്നിടത്തോളം ഞാൻ പറയുകയില്ല, അതിന് ഒരുപാട് ഇട്ടിളക്കാനൊന്നും പറയില്ല, അത് തന്നെ പെട്ടെന്ന് അങ്ങ് മൂക്കും. ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം,
പിന്നെ കുരുമുളക്, ഇത്രയും ചതച്ച് വെച്ചേക്കുന്ന മസാല ഇടുക. ഇത് നമ്മൾ ചതച്ച് തന്നെ ഇടണം. എന്നാന്നോ, മറ്റേ നമ്മൾ പൊടിക്കാൻ നമ്മൾ ഇറച്ചിക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന മസാല ഇടുവാന്നേൽ അതിനകത്ത് പെരിഞ്ജീരകം ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റൂവിനകത്ത് പെരിഞ്ജീരകം ചേർത്താൽ കൊള്ളുകയില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേനുണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ. ഇതിനകത്ത് ഒരു ചെറിയ 3-4 കഷ്ണം രമ്പയിലയും കൂടി ഇടാമെങ്കിൽ നമ്മുടെ സ്റ്റൂ പറയണ്ട. ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടുന്നില്ല. ഒരു നുള്ളു ഉപ്പിട്ടേച്ച് കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചില്ലേ, അതും കൂടെ ഇതിനകത്തിടണം. ഇപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരു ഇതിനകത്ത് ഉണ്ട്. അന്നേരം അത് ബാലൻസ് ചെയ്ത് വേണം എരിവ് ചേർക്കാൻ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവാനുള്ള വെള്ളം വേണം. പിന്നെ എളുപ്പ വഴിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ, ഉരുളക്കിഴങ്ങ് കുക്കറെ വേവിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടേക്കരുത്, അതിൻ്റെ രുചിയൊന്നും കാണുകയില്ല. ഇങ്ങനെയൊക്കെ വേവുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇത് ഇവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ മറ്റേ കേക്ക് വിത്ത് ഫ്രൂട്ട് സാലഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഇന്നതെന്നൊന്നും ഞാൻ പറയുകയില്ല, നമ്മുടെ കയ്യിലുള്ള എന്നാ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിന് ഓക്കെ ആന്നു. ഇതിനിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മാങ്ങ ഉണ്ട്. ഇപ്പം മാങ്ങയുടെ സീസണാന്നേ, അന്നേരം ഇച്ചിരി മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി ഓറഞ്ച്, കുറച്ച് പൈനാപ്പിൾ, കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരിങ്ങ. ഇത് വട്ടത്തി അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ബട്ടറാണ്, കുറച്ച് മതിയാവും. പിന്നെ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു ഇച്ചിരി കേക്ക് കാണാതിരിക്കും, അത് പ്ലെയിൻ കേക്ക് മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രൂട്ട് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം. പൈനാപ്പിളോ അങ്ങനത്തെ ഒക്കെ തനിയായിട്ടുള്ള ജാം മേടിക്കേണ്ട, ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള റെഡ് കളർ ജാം മേടിച്ച് വെച്ചാൽ മതി. ഇതിന് ഏറ്റവും എളുപ്പം ഇപ്പം എന്നാണെന്നറിയാവോ, നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മുടെ ജാമിനകത്തോട്ട് ഇട്ടേച്ച് നല്ല സിറപ്പാക്കി എടുക്കണം. ഓറഞ്ച് ഒരു കുറച്ചേ ഇടാവുള്ളൂ. ഓറഞ്ച് ബേസിക്കലി നമുക്കറിയാമല്ലോ ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക പുളിയുള്ള കൂട്ടത്തിലല്ലേ. അന്നേരം മാങ്ങ പകുതി ഓറഞ്ച് പകുതി അങ്ങനെ ഇട്ടാൽ മതി. മാങ്ങ എന്നാന്ന് പറയുക ഇച്ചിരി അലങ്കരിക്കാനും കൂടെ വേണേ. പൈനാപ്പിള്, കുറച്ച് ആപ്പിള്, പിന്നെ ഒരു ഇച്ചിരി മുന്തിരിങ്ങായ. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ജാമില് മിക്സഡ് ഫ്രൂട്ട് ജാമാന്നു ഇത്. ഇതിനകത്തോട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് വെച്ച് ഇതിനെ ഒന്ന് ലൂസാക്കണം. ഇതിൻ്റെ എന്നാ പറയുക, ഇതിൻ്റെ ഒരു മധുരം മതി എന്ന് വെച്ചാൽ അത് മതി. കാര്യം കേക്കിനാന്നേലും മധുരമുണ്ട്, നമ്മുടെ ഫ്രൂട്ട്സിന് അതിൻ്റെ ബേസിക്കലി ഉള്ള മധുരമുണ്ട്, പിന്നെ അതേ ഫ്രൂട്ട് ജാമിനാന്നും മധുരമുണ്ട്. ഇത് പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര നമ്മുടെ ഫ്രൂട്ട്സിനകത്തോട്ട് ചേർത്തേച്ചാൽ മതി. ഇച്ചിരി ആവി കയറുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് തന്നെ വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേക്കുന്നത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മട്ടൺ ഉണ്ടല്ലോ അതിനെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച്, നല്ല മണം വരുന്നുണ്ടേ, ഒന്ന് വരട്ടിയെടുത്താലേ തിന്നാനുള്ള സ്വാദ് വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചെറിയ തീയെ വെച്ചോട്ടെ. അന്നേച്ച് ഇതിനെ ഇപ്പുറത്ത് വെക്കുക. ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ കേക്ക് എന്നാ ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ കൈവച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് നമ്മുടെ ബ്രെഡൊക്കെ പൊടിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ക്രംബിൾ ചെയ്തെടുക്കുന്നതാ ഏറ്റവും ബെസ്റ്റ്. നല്ലതായിട്ടൊന്ന് പൊടിച്ച് വെച്ച് നമ്മുടെ ബട്ടറില്ലേ, മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാ ബട്ടർ ഉള്ളെങ്കിൽ അത് ഇതേപോലെ നമ്മുടെ ആ കേക്കിനകത്തോട്ട് ഇട്ടേച്ച്, അത് എന്നാത്തിനാണെന്നറിയോ ബട്ടർ ഇടുന്നത്, ആ കേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ ഒക്കെയല്ലോ, ബട്ടറാണ് ഏറ്റവും നല്ല കേക്കിനൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് ആ കേക്കിനകത്തോട്ട് ഇച്ചിരി ബട്ടറും കൂടെ ഇട്ടേച്ച് ആ കേക്കിനെ നല്ലോണം ഒന്ന് നനയ്ക്കണം.
ഇച്ചിരി നനച്ച് വെച്ചേച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു പാത്രമല്ലേ, ഇതേപോലെ റൗണ്ട് പാത്രം എടുക്കുക. അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ ഇത് അമക്കി നല്ല ടൈറ്റായിട്ട് ഫസ്റ്റ് ലെയർ ആക്കി എടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്നോ, നല്ല ടൈറ്റ് ബൈൻഡിങ് ആയിരിക്കണം ഫസ്റ്റ് ലെയർ. ഇല്ലെങ്കിൽ നമ്മൾ അത് ഊരിയൊക്കെ എടുക്കുമ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോവേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് കണ്ടോ. ഇപ്പം ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഫ്രൂട്ട്സിനകത്തൊക്കെ നല്ല വെള്ളമുണ്ട്. അന്നേരം എന്നാ ചെയ്യുന്നതെന്നറിയോ, ആ ഫ്രൂട്ട്സിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയിട്ട് നമുക്ക് ആ ഫ്രൂട്ട് മാത്രം മതി, ഒരു ചെറിയ സോസ് മതി, അതിൽ കൂടുതൽ നമുക്കത് വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അടിയിലത്തെ കേക്ക് ഉണ്ടല്ലോ, ഒത്തിരി ടു വെറ്റായിട്ട് ഒന്നും നമുക്ക് അതിനെ മുറിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഈ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം അങ്ങ് പറ്റിയേക്കുക. ഇത് ഇച്ചിരി ചൂടുണ്ട്, പക്ഷേ നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. കഴിയുന്നതും ഇപ്പം നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് എനിക്ക് അന്നേരം അത് ആറിച്ചേച്ച് ലെയർ ചെയ്യാൻ പറഞ്ഞു തരാനും അത് നമ്മൾ കാണിച്ചു തരാനും ഒക്കെയല്ല. പക്ഷേ ഇത് ആറിയിട്ട് വേണം, നല്ലോണം ഒന്ന് ആറിയേച്ച് വേണം നമ്മൾ കേക്കിൻ്റെ മേലിലോട്ടൊന്ന് ലെയർ ചെയ്യാനേ. അന്നേരം ഇപ്പം ഇതൊരു ഇച്ചിരി ചൂടുണ്ട്, എന്നാലും ഞാനിപ്പോൾ ഇത് ആക്കി ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് മുറിക്കാൻ കിട്ടുകയല്ല, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ നല്ലതായിട്ടൊന്ന് ലെയർ ചെയ്യുക, ഒരു ലെയർ. ഇതിൻ്റെ മേളിലോട്ട് ബാക്കി കേക്ക് സെയിം സാധനം ബട്ടർ ഇട്ട് ഒന്നുകൂടെ ചെയ്തേച്ച് ഈ നമ്മൾ നേരത്തെ പുട്ട് നനച്ചില്ലേ എന്ന് പറഞ്ഞ കൂട്ട് നനച്ചേച്ച് ഇതിൻ്റെ മേളിലോട്ട് ആ കേക്ക് ഇടുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പരീക്ഷിക്കാൻ പഠിച്ച കാര്യം എന്നാണെന്നറിയോ, സ്പെഷ്യൽ താങ്ക്സ് ടു മെറി ബോയ്. കാര്യം എന്താണെന്നറിയോ, അവരുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്യാത്ത ഞാനാണ്. ഞാൻ ഒരേ ഒരു ഫ്ലേവറെ കഴിക്കത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വാനിലയാണ്. അപ്പം ഞാൻ എന്നാ ചെയ്തു, വാനില അല്ലാതെ വേറെ ഒരു ഫ്ലേവേഴ്സും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മെറി ബോയുടെ ഞാൻ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആക്കിയതിന് ശേഷം ഇത് മിനിമം 2 to 3 hours വേണം. പക്ഷേ ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അതാകുമ്പോൾ ഒരു 10 minutes to 15 minutes വെക്കാവുള്ളൂ ഫ്രീസറിൽ. നമ്മൾ ഫ്രീസറിൽ ഒരു 15 minutes വെച്ച് പെട്ടെന്ന് താഴോട്ട് അങ്ങ് വെക്കുക. അപ്പോൾ ഇത് സെറ്റ് ആവുകയും ചെയ്യും. വരുന്ന ഗസ്റ്റിന് നമുക്ക് വേഗം സെർവ് ചെയ്യാനും വെക്കും. ഇതിപ്പോൾ എനിക്ക് അധികം നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഞാനൊരു 15 minutes ഫ്രീസറിലോട്ട് വെക്കുക. അത് കഴിഞ്ഞേച്ച് നമുക്ക് താഴെ വെച്ചേച്ച് അതിനെ മുറിച്ചെടുക്കാം. അത് ആ ഫ്രീസറിൽ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യണ്ടേ, നമ്മുടെ ഒരു കാര്യം പെൻഡിങ് നിൽക്കുക. എന്നതാണെന്നോ, നമ്മുടെ മുട്ട സ്റ്റൂ ഇതുവരെ ആയിട്ടില്ല. മട്ടൺ നല്ല വരണ്ട് നല്ല ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റൂവും കൂടെ തീർത്തേച്ച് നമുക്ക് അടുക്കള വൃത്തിയാക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വെന്തേക്കുവാന്നേ. വേവാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് തൊട്ടാലുണ്ടല്ലോ അതങ്ങ് പൊടിഞ്ഞു പോകും. വേണ്ടേ, ഇത്ര അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളവും അങ്ങ് പറ്റി കഴിയും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം അങ്ങ് ഒന്നാം പാലേ ഒഴിക്കുന്നുള്ളൂ, തലപ്പാൽ മാത്രം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ ആന്നേലും നമ്മൾ അഥവാ ഇത് ഇച്ചിരി കുറുക്കിയെടുക്കാനായിട്ട് വല്ലതും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ വെക്കാം. എന്നുവെച്ച് വല്ല കോൺഫ്ലവറോ മൈദയോ എന്നതേലും നമ്മുടെ തലപ്പാലയെ കലക്കിയേച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ മുട്ട ഇടട്ടെ. ഒന്നെങ്കിൽ മുട്ട ഇങ്ങനെ ഇടുക, അല്ലെന്നുണ്ട് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ സ്റ്റൂ കംപ്ലീറ്റ് ആക്കി വെച്ച് ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയേച്ച് സ്റ്റൂവിൻ്റെ മേളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേച്ചാലും മതി. അതിനുള്ള നേരം കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ തലപ്പാലും കൂടെ ഒഴിച്ചേച്ചാൽ മതി.
തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട, ഒരു ഇച്ചിരി തിളച്ചേച്ചാൽ മതി. പിന്നെ അഥവാ ഇച്ചിരി എരിവ് കുറവാന്നേൽ 1-2 കുരുമുളക് മണി ഒന്ന് തല്ലിയിട്ടേച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യല്ല. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ടേച്ച് അതങ്ങ് വാങ്ങിയാൽ മതി. രമ്പ ഇടുവാന്നേലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടുവേ. പിന്നെ ഈ സമയത്ത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1-2 തുള്ളി നെയ്യും കൂടെ ഒഴിച്ചേച്ച് അങ്ങ് അടച്ചിട്ടേച്ചാൽ മതി. നമ്മുടെ ഈസ്റ്ററിൻ്റെ ഈവനാന്നു ഞാൻ ഇത്രയൊക്കെ മട്ടനും നമ്മുടെ എഗ് സ്റ്റൂവ്, ഒരു ഡെസേർട്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ബ്രെഡിലോട്ടാണ് ഒതുങ്ങിയത്. പക്ഷേ ഈ ബ്രെഡും നല്ലതാണ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്.